എ ബി മൊയ്തുകുട്ടി മാഷെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മലയാള വിഭാഗത്തിൽ ഗവേഷകനായിരിക്കുന്ന സമയത്ത് തന്നെ മാഷ് എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. മാഷ് അറബി വിഭാഗത്തിലെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് തന്നെ നമ്മളോടൊക്കെ ഇടപെടുകയിരുന്നത്. ഇപ്പോൾ മാഷ സഹപ്രവർത്തകനായി ഭാഷാ വിഭാഗത്തിലെ ഒരു അധ്യാപകനായി ഞാനും പ്രവർത്തിക്കുന്നു. ഒരു അധ്യാപകൻ എന്നതിനപ്പുറം വിദ്യാർത്ഥികളുടെയും സമൂഹത്തിൻ്റെ മൊത്തത്തിലും ഉള്ള പൊതുകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന രീതിയിൽ മാഷ കാണാനാണ് എനിക്ക് കൂടുതലിഷ്ടം. ഇവിടെ തന്നെ ഞാൻ DSU പ്രസിഡൻറ്റിൻ്റെ ചാർജ് നേരത്തെ ഏറ്റെടുക്കുന്ന മാഷ്ട കയ്യിൽ നിന്നാണ്. പിന്നെ നാഷണൽ സർവീസ് സ്കീമായാലും അതുപോലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും ഇടപെടുന്ന വളരെ സജീവമായി ഇപ്പോൾ റിട്ടയർ ചെയ്യുകയാണെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല പെട്ടെന്ന് കണ്ടാൽ അത്രയും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അടുത്ത സുഹൃത്താണ് മാഷ്. ഏതാണ്ട് 2 പതിറ്റാണ്ടിലധികം നീളുന്ന സൗഹൃദം എനിക്ക് മാഷുമായിട്ടുണ്ട്. ഇപ്പോൾ ഭാഷാ വിഭാഗം ഡീൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അക്കാദമിക്കും അക്കാദമിക ഇതര പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ സജീവമായിട്ട് മാഷ് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്താലും മാഷ് നമ്മുടെ കൂടെ തന്നെ ഡീൻ എന്നുള്ള രീതിയിൽ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഭാഷാ വിഭാഗത്തിൻ്റെ ഡീൻ എന്നുള്ള രീതിയിൽ മാഷ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് റിട്ടയർമെൻറ്റ് എന്നുള്ളത് വളരെ സാങ്കേതികമായൊരു കാര്യം മാത്രമാണ്. മാഷ്ക്ക് വളരെ മനോഹരമായ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആശംസിക്കുന്നു. ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ഐശ്വര്യങ്ങളും മാഷ്ക്ക് ഉണ്ടാവട്ടെ. തിരക്ക് പിടിച്ച വിശ്രമമില്ലാത്ത ഒരു റിട്ടയർമെൻറ്റ് ജീവിതം മാഷ്ക്ക് ആശംസിക്കുന്നു. നമസ്കാരം.